ഹലോ, സൂസൻ മത്സരിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇത് കുറച്ച് വർഷമായ സോങ്ങാണ്. എത്ര നാളായെന്ന് ഓർക്കുന്നില്ല, ഡയറി നോക്കാൻ പറ്റിയില്ല. കർത്താവ് ഒരു ദിവസം സംസാരിച്ചതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, സുഖവും ദുഃഖവും മന്നിതിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിക്കാനൻ മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ. കർത്താവ് പറയുകയാണ്, സുഖവും ദുഃഖവും മനുഷ്യന് നൽകുമ്പോൾ കർത്താവ് സുഖവും ദുഃഖവും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളിങ്ങനെ റൂമിലിരുന്ന് സംസാരിച്ച് കൊടുത്ത് അവൾ പറഞ്ഞു, എൻ്റെ ചേച്ചി എന്തായാലും ദൈവം എന്തൊരു പണിയാണ് കാണിച്ചു. ഞാൻ ചോദിച്ചു, എന്തുവാ? ദൈവം എന്തിനാ ഈ പാവപ്പെട്ട സൃഷ്ടിച്ച് എല്ലാവരും ആ പണക്കാരെ തന്നെ സൃഷ്ടിച്ചാൽ പോരായിരുന്നു. ഞാൻ പറയാം, ഒരിക്കലും ദൈവത്തിന് തെറ്റ് പറ്റില്ല. അവൾ ചോദിച്ചത് എന്താ? ഞാൻ പറയാം, എല്ലാവരും പണക്കാർ തന്നെ ആയാൽ പണക്കാർക്ക് ആരും ജോലി ആര് ചെയ്ത് കൊടുക്കും? അവരുടെ വണ്ടി ആര് ഓടിക്കും? അവർക്ക് വിറക് വെട്ടിക്കയറി ആര് കൊടുക്കും? അവർക്ക് തെങ്ങിൽ ആര് കയറും? അതിലുള്ള ജോലികൾ ആര് ചെയ്തു കൊടുക്കും? അവൾ പറയുന്ന നേരെ. അപ്പോൾ എല്ലാവരും പാവങ്ങളായാലോ? മനുഷ്യന് എല്ലാവരും പാവങ്ങളായാലും പാരസൈറ്റുകൾ പാരസൈറ്റസ് അല്ലേ മനുഷ്യരെല്ലാം. കാരണം ഒരാൾക്ക് മറ്റൊരാളെ ആശ്രയിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും പാവങ്ങളായാലോ? പാവങ്ങൾക്ക് 10 രൂപ വേണമെങ്കിൽ ആരോട് എന്ന് വാങ്ങിക്കും. പാവങ്ങളെ എല്ലാവരും പാവങ്ങളായാൽ തമ്മിൽ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞാൽ ശരിയാ ചേച്ചി എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞ സുഖവും ദുഃഖവും മനുഷ്യർക്ക് ഉണ്ട്, കർത്താവ് കൊടുത്തിട്ടുണ്ട്. കാരണം ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുന്നത് നമുക്ക് ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോഴാണ്. കർത്താവ് ഇവിടെ പറയുകയാണ്, സുഖവും ദുഃഖവും മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിക്കാനൻ മനസ്സിനും സുഖം തരണമേ എന്നേശുനാഥ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുക. ഞാൻ എന്നോടുകൂടാണ് പറയുന്നത്. കർത്താവിൻ്റെ വായനൊക്കെ പറയും, ഇരുവാഴത്തിലുള്ള വാള ഇത് തിരിഞ്ഞും വെട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ ആരെ ഉപദേശിക്കാൻ, ആർക്കും അഡ്വൈസ് തരാൻ എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഞാനെന്നും പഠിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും എനിക്ക് അഡ്വൈസ് തരുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഞങ്ങളുടെ ഒരു വ്യക്തിയാണ്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും പറയാനും അറിയത്തില്ല, വചനം പറയാനും അറിയത്തില്ല. എനിക്ക് കുറച്ച് പാട്ട് പാടാൻ മാത്രമേ അറിയത്തുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു തമാശയായിട്ട് പറയുക കേട്ടോ. ദൈവവചനം വൃഥ എടുക്കുന്ന നിങ്ങൾക്ക് തോന്നിയാൽ എല്ലാവരും ക്ഷമിക്കുക. ദുഃഖം നമ്മൾ വരുമ്പോൾ നമ്മൾ നിരാഹാര പന്തലുണ്ട്, അവിടെ പോയിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിരാഹാര സമരം പ്രഖ്യാപിക്കും. 40 ദിവസം, ചിലർ 40 ദിവസം നിരാഹാരം, ചിലർ 40 ദിവസം കഠിന നിരാഹാരം, ചിലർ 40 ദിവസം ഉച്ചവരെ നിരാഹാരം. ഞാൻ വെള്ളം പോലും കുടിക്കത്തില്ല. ഇങ്ങനെ ഇരുന്ന് മുദ്രാവാക്യം വിളിയാ. എന്താണ് മുദ്രാവാക്യം വിളിക്കുന്നത്? തന്നേ തീരൂ അവകാശങ്ങൾ തന്നേ തീരൂ, അബ്രഹാമിന് അനുഗ്രഹം ഞങ്ങൾക്കും വരേണ്ടതല്ലേ, മക്കളെങ്കിൽ അവകാശമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. അങ്ങനെ ഇരുന്ന് മുദ്രാവാക്യം വിളിയായിരുന്നു. അപ്പം നേതാവ് പറഞ്ഞു കൊടുക്കും, അണികൾ ഏറ്റുപറയും. ഇപ്പം ഞാൻ പറഞ്ഞ മുദ്രാവാക്യം നേതാവ് പറഞ്ഞു കൊടുക്കും, അണികൾ ഏറ്റു. ഞാൻ തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുക കേട്ടോ. അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇരുന്ന് ഈ മുദ്രാവാക്യം വിളിയെല്ലാം കഴിഞ്ഞ് അപ്പം നമ്മുടെ ഈ MLA-മാരും MP-മാരും ഉണ്ടല്ലോ, കേന്ദ്രത്തിൽ പോയി നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ നേതാവ് ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾ ആ കൊടുത്ത ബില്ല് പാസ്സായൊക്കെ കിട്ടും, നിങ്ങൾ കൊടുത്ത അപേക്ഷയ്ക്കൊക്കെ അവർ നിങ്ങളുടെ അപേക്ഷയൊക്കെ പരിഗണിക്കുന്നുണ്ട്, കേന്ദ്രത്തിൻ്റെ പരിഗണന നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ കേന്ദ്രത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അല്ല, ഞാനിതിൽ ഉപവസിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ കേട്ടോ. അങ്ങനെ നമ്മൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്ത് നമ്മുടെ അവകാശങ്ങൾ പിടിച്ച് വാങ്ങിച്ച് കിട്ടിക്കഴിയുമ്പം ആ ഇരുന്ന വായും ചുരുട്ടി എടുത്തുകൊണ്ട് ഒറ്റപ്പോക്ക്. പണ്ടായിരുന്നല്ലോ ചുരുട്ടുന്ന പായ, ഇപ്പം എല്ലാം മടക്കിയെടുക്കുന്ന പായ. ഇങ്ങനെ വരും. പിന്നെ ആരും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ടത മാറി സുഖമൊക്കെ ആയാൽ പിന്നെ ദൈവത്തെ ആരും വലുതായിട്ട് വിളിക്കുകയില്ല എന്നാണ് ദൈവം സംസാരിച്ച കാര്യമാണ്. അപ്പോൾ സുഖവും ദുഃഖവും വരുമ്പോൾ നമുക്ക് ഒരേ മെൻറ്റാലിറ്റി വേണം, നമ്മുടെ മൈൻഡ് സെറ്റ് ഒരേപോലെ ആയിരിക്കണം. ദൈവത്തെ വിളിക്കുകയാണെന്ന് ദൈവം ഇതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. കഷ്ടത വരുമ്പോൾ നമ്മൾ അയ്യോ കർത്താവെ സഹായിക്കണേ തരണമെന്ന് പറഞ്ഞ് നമ്മൾ കടന്ന് ഭയങ്കര വിളിയാണ്. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ സുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ അത്രയും മെനക്കെടാറില്ല. അതാണ് പറയുന്നത്.
രണ്ടാമത്തെ സ്റ്റാൻസേ പറയുന്നത്, എൻ്റെ ശ്രോതാക്കൾ ക്ഷമിക്കണം കേട്ടോ, ഞാനൊരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ ഞാൻ പറഞ്ഞതാണ്. അല്ല, നമ്മളങ്ങനെ സാധാരണ അങ്ങനെ ആണല്ലോ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസേ പറയുന്നത് പറഞ്ഞാൽ, നമുക്ക് ദുഃഖം വരും, നമ്മുടെ ബന്ധുത്രാദികൾ നമ്മളെ പരിഹസിക്കും. അവർ ചില അമ്പുകൾ നമ്മുടെ ലിവറിന് നേരെ അവർ എഴുതി വിടും. കർത്താവോ ആ സമയത്ത് നമ്മുടെ മുറിവേറ്റ ഹൃദയത്തിൽ കർത്താവ് എണ്ണ പകരുന്നവനാണ് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് സ്റ്റാൻസേ പറയുന്നത്, മണ്ണിൽ മാനവൻ സ്വർഗം തേടി നരകം തേടുമ്പോൾ സ്വർഗാദി സ്വർഗങ്ങളിൽ എനിക്ക് വാസമൊരുക്കുന്നു. ദുഃഖങ്ങളില്ലാത്ത നല്ല നാളേക്ക് കൊതിയോടെ ഞാനും കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അതെ, മണ്ണിൽ മാനവൻ സ്വർഗം തേടി നരകം നേടുന്നു. അതായത് ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങൾ നമുക്കറിയാം, അത് താൽക്കാലികമായ ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങൾ. അതിലായിരിക്കുമ്പോൾ മനുഷ്യർ പറയും, എന്ത് പറയും, മദ്യമായിട്ട് മയക്കുമരുന്നായിക്കോട്ടെ, അതുപോലെ നമുക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ പറയും ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗമെന്ന് പറയും. പക്ഷെങ്കിൽ അതൊക്കെ ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങളാണ്. പക്ഷെങ്കിൽ അപ്പോൾ അവിടെ എന്താണ് ഒരുങ്ങുന്നത്? അപ്പുറത്ത് നരകമാണ് ഒരുങ്ങുന്നതെന്ന് കർത്താവിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സ്വർഗം, മണ്ണിൽ മാനവൻ സ്വർഗം തേടി നരകം നേടുന്നു. സ്വർഗാദി സ്വർഗങ്ങൾ അപ്പോൾ നീ എനിക്ക് വാസമൊരുക്കുന്നു. ആർക്ക്? ഈ ഭൗതിക ലോകത്തിലെ വലിയ സുഖങ്ങൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവർക്ക് കർത്താവ് അവിടെ എന്തോരുക്കുന്നു? സ്വർഗം ഒരുക്കുന്നു. ഈ ഭൗതിക ലോകത്തിലെ സുഖങ്ങൾ മാത്രം തേടി കിടക്കുന്നവർക്ക് അവിടെ കർത്താവല്ല ഒരുക്കുന്നത്, അവർക്ക് ഓൾറെഡി അവിടെ നരകം ഒരുങ്ങി കിടക്കുക. അത് പിശാചിൻ്റെ അവൻ്റെ അനന്തരന്മാരുടെ താവളമാണ്, അവിടെ ഒരുങ്ങി കിടക്കുകയാണെന്നാണ്. പിന്നെ ദുഃഖങ്ങളില്ലാത്ത നല്ല നാളേക്ക് കൊതിയോടെ ഞാനും കാത്തിരിക്കുന്നു എന്നാണ്. പറഞ്ഞു ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കർത്താവ് പറഞ്ഞ കാര്യം ഞാൻ ആശയം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം. പനിയായതുകൊണ്ട് വലുതായിട്ടൊന്നും പാടാനും സൗണ്ടൊന്നും വരുന്നില്ല. സുഖവും ദുഃഖവും മഞ്ഞിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിക്കാനും മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ. സുഖവും ദുഃഖവും മഞ്ഞിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിക്കാനും മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ. പരിഹാസശരങ്ങളാൽ കരനൊന്ത് വിടയുമ്പോൾ മുറിവേറ്റ ഹൃദയത്തിൽ നീ എണ്ണ പകരുന്നു. എൻ ദുഃഖത്തിൽ എൻ ബന്ധുമിത്രാദികൾ എന്നെ നോക്കി ചിരിക്കും. നീയോ എൻ ദുഃഖത്തിൽ എന്നും ആശ്വാസദായകൻ. പരിഹാസശരങ്ങളാൽ കരനൊന്ത് വിടയുമ്പോൾ മുറിവേറ്റ ഹൃദയത്തിൽ നീ എണ്ണ പകരുന്നു. സുഖവും ദുഃഖവും മഞ്ഞിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിക്കാനും മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ. സുഖവും ദുഃഖവും മഞ്ഞിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിക്കാനും മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ. മഞ്ഞിൽ മാനവൻ സ്വർഗം തേടി നരകം നേടുമ്പോൾ സ്വർഗാദി സ്വർഗങ്ങളിൽ നീ എനിക്കായി വാസമൊരുക്കുന്നു. ദുഃഖങ്ങളില്ലാത്ത നല്ല നാളേക്കായി കൊതിയോടെ ഞാനെന്നും കാത്തിരിക്കുന്നു. മഞ്ഞിൽ മാനവൻ സ്വർഗം തേടി നരകം നേടുമ്പോൾ സ്വർഗാദി സ്വർഗങ്ങളിൽ നീ എനിക്കായി വാസമൊരുക്കുന്നു. ദുഃഖങ്ങളില്ലാത്ത നല്ല നാളേക്കായി കൊതിയോടെ ഞാനെന്നും കാത്തിരിക്കുന്നു. സുഖവും ദുഃഖവും മഞ്ഞിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിപ്പാനും മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ. സുഖവും ദുഃഖവും മഞ്ഞിൽ മനുഷ്യന് നൽകുമ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നിന്നെ ഒരുപോലെ സ്തുതിപ്പാനും മനസ്സിനും സുഖം തരണേ എന്നേശുനാഥ.